ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടു ദ കൊമേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനീസ് ആക്ടിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു സെക്ഷനാണ് സെക്ഷൻ 5 ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെക്ഷൻ 5 നോക്കാം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. Articles of association of a company contains internal rules and regulations of the company. It is complementary to memorandum and together give effect as a charter of the company. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ സെക്ഷൻ 4 എന്താണെന്ന് പഠിച്ചിരുന്നു, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അത് നമ്മൾ പറഞ്ഞത് കമ്പനിയുടെ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്, ഒരു പബ്ലിക് ഡോക്യുമെൻ്റാണ്. അതുപോലെ തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതായത് ഒരു കമ്പനിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അല്ലെ, കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് പബ്ലിക്സിന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മെയിനായിട്ട് അതിനകത്ത് ഉള്ള കണ്ടൻറ്റ് അതാണ്. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സെക്ഷൻ 5 പറഞ്ഞിട്ടുള്ളത് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിനെ കുറിച്ചും അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, റൈറ്റ്, ഒബ്ലിഗേഷൻ, അതുപോലെ തന്നെ അവരുടെ കോൺട്രാക്ട്സ്, അങ്ങനെ ഇൻറ്റേർണൽ ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് മെയിനായിട്ട് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മെമ്മോറാണ്ടം ആയിക്കോട്ടെ അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആയിക്കോട്ടെ, ഇതൊക്കെ കമ്പനിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കമ്പനിയുടെ ഫോർമുലേഷൻ ആവശ്യമായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പബ്ലിക് ഡോക്യുമെൻ്റാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റാണ്, നമുക്ക് ഏത് സമയത്തും ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന ഡോക്യുമെൻറ്റ്സുകളാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ വളരെ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നും എനിക്ക് ഇത്തരം വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ താങ്ക് യു.